ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട് നല്ല വൃത്തിയായും ഭംഗിയായി ഇരിക്കാൻ വേണ്ടി ദിവസവും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണേ. രാവിലെ തന്നെ ഞാൻ കിച്ചണിലെ കർട്ടനൊക്കെ മാറ്റി ജനലൊക്കെ തുറന്നിടും. കാരണം നല്ല വെളിച്ചവും കാറ്റുമൊക്കെ ഉള്ളിലേക്ക് കടന്നാൽ നല്ല ഫ്രഷ്നെസ് ആണല്ലോ. അതുകൊണ്ടും കൂടാതെ രാവിലെ ഒരു 6:55 ആവുമ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാനും നല്ല രസമാണ്. അതൊക്കെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ. പിന്നെ നമ്മുടെ ബെഡ് വൃത്തിയാക്കി തലയണയൊക്കെ ഒരു സൈഡിൽ എടുത്തു വയ്ക്കും. കൂടാതെ പുതപ്പും മടക്കി വയ്ക്കും. പിന്നെ ഡൈനിങ് ടേബിളും തട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കും. അതിനുവേണ്ടി ഞാൻ ഗ്ലാസ് ക്ലിയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഉറുമ്പുകളൊക്കെ പോകാനും നല്ലതാണ്. റോഡ് സൈഡിലുള്ള വീടായതുകൊണ്ട് എപ്പോഴും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീടിന്റെ മുൻവശത്ത് ഞാൻ അടിച്ചു വാരി ഗ്ലാസ് ക്ലീനർ കൊണ്ട് സിറ്റ് ഔട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കും. വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഫ്രണ്ട് ഏരിയ ആണല്ലോ ഫസ്റ്റ് കാണുന്നേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. സോഫയുടെ കോർണർ ഭാഗവും ഞാൻ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഹാളിലൊക്കെ അടിച്ചു വാരി സോഫയിൽ തുണിയൊക്കെ വിരിച്ചിട്ട് നല്ല നീറ്റാക്കി വെച്ചാൽ തന്നെ അടിപൊളി ലുക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ചൂല് 150 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഈ ചൂല് കൊണ്ട് മാറാല കളയാനും കട്ടിലിന്റെയും സോഫയുടെ അടിയിലുമൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും സാധിക്കും. കാരണം അത് വലിച്ചു നീട്ടാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് അടിച്ചുവാരി കഴിയുന്ന ഒരു ഫീൽ കൂടി ഞങ്ങൾക്ക് അനുഭവപ്പെടും. എന്റെ ഷോർട്സ് വീഡിയോയിൽ കണ്ട് ഈ ചൂല് വാങ്ങിയവർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. വാഷ് ബേസിനൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലോ. ഞാനിവിടെ ഹാൻഡ് വാഷ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. വാഷ് ബേസിന്റെ പൈപ്പും വൃത്തിയായി കഴുകണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് തുപ്പുമ്പോൾ തെറിക്കുമല്ലോ. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ് ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. കൂടാതെ അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു മാറ്റ് വിരിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തതായി രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റൗവും ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് വൃത്തിയാക്കും. എന്നിട്ട് മാത്രമേ ഞാൻ സ്റ്റൗ കത്തിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷവും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ കിച്ചൺ സിങ്കിലെ പാത്രങ്ങളൊക്കെ കൂട്ടി വയ്ക്കാതെ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കും. അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടുണ്ടാകും. ഇതൊക്കെ ദിവസവും വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡീപ് ക്ലീൻ ആയിട്ട് ചെയ്യാനും ശ്രദ്ധിക്കാനുമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ.